ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആകെ നമുക്കുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 2 സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് കൈയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച ഓയിലുണ്ട്, അതൊരു 3-4 ടേബിൾ സ്പൂണിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ, ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് യോഗേർട്ടാണ്, തൈര്. ഞാനിവിടെ ഒട്ടും പുല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളിടുന്നത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 പച്ചമുളക് 1-2 കട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്കിതൊരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ല പോലെ ചിക്കനെല്ലാം മസാലയൊക്കെ പിടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് മസാല തേച്ച് നമ്മൾ വെക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം സമയം മസാല പുരട്ടി വെച്ച് അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂറൊന്ന് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടാണ് കറി വെക്കുന്നത്. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതേ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. കുറച്ച് സമയം നമുക്കിത് ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ അത്യാവശ്യം നല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരട്ടെ. ഒരു വൈറ്റ് കളറിലായി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചിക്കൻ ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് വേവണം. ഒന്ന് വെന്ത് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതിനു ശേഷം മാത്രം നമ്മൾ അടച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റ് ഞാൻ തുറന്നിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചിക്കനൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ കറിയിൽ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ആ ചിക്കൻ ഇറങ്ങി വന്ന വെള്ളത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഞാനൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ കണ്ടില്ല, ഇതിൽ വെള്ളം ഇറങ്ങി വന്നത് ചിക്കൻ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. നമ്മൾ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ യോഗട്ട് തൈരൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു വെള്ളം കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്കിത് വറ്റിച്ചെടുക്കണം. ഞാൻ 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഒരു ഗ്രേവി ഇത്രയും ഗ്രേവിയോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വറ്റിച്ചെടുക്കണ്ട. ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ അതേ കറിയൊക്കെ നല്ല പോലെ തിക്കായിട്ട് നല്ല പോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. എല്ലാം കൂടെ നല്ല പോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ കറി ഇരിക്കും തോറും നല്ല ടേസ്റ്റി ആയിട്ട് വരും. അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വരികയും കൂടെ ചെയ്യും. അപ്പോൾ ഇത്ര ആയാൽ മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അതേ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ കറിയാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ എഴുതി അറിയിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ചിക്കൻ കറി ചപ്പാത്തിയുടെ കൂടെയാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് ചപ്പാത്തിയുടെ കൂടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.